ഹായ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ലോങ് വീഡിയോ ആണ് കേട്ടാ. ഉരുളക്കിഴങ്ങും ഉണക്കച്ചെമ്മീനും ഇത് ഒരു കിടിലൻ കോമ്പിനേഷനാണ്. പനിയാണ്, അപ്പോൾ ഫോൺ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ റീല് കണ്ടത് ഇൻസ്റ്റയിൽ. അപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ വേഗം അധികം ചിലവൊന്നുമില്ല. 2 ഉരുളക്കിഴങ്ങ് പിന്നെ കുറച്ച് ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ അതും. ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ, കഴിച്ചിട്ടുമില്ല. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ വയ്യെങ്കിലും 2 ഉരുളക്കിഴങ്ങ് വേഗം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കണം. എന്നിട്ട് നമുക്കത് കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കണം. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാക്കറ്റ് തന്നെ വാങ്ങിച്ചുള്ളൂ. എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ നമുക്ക്. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി കഴുകി നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ആ റെസിപ്പിയിൽ അവർ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യണില്ല. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്താണ് ഉണക്കച്ചെമ്മീൻ ഫ്രൈ ചെയ്യണം. ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കിട്ടും. ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ അതിലേക്ക് ഇടുമ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും. പിന്നെ ചുവന്നുള്ളി നന്നാക്കണം. ചുവന്നുള്ളി അതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാൻ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ ചെന്നപ്പോഴേ അതിൻ്റെ മുകളിൽ നിറച്ച് കായകളുണ്ടായിക്കണു, പഴുത്ത് തുടങ്ങി. എന്നിട്ട് പിന്നെ നമുക്ക് ആ ചെമ്മീനൊന്ന് പൊടിച്ച് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് കടുകിടുക, വറ്റൽമുളക് ഇടുക, വേപ്പിൻ്റെ ഇല ഇടുക. വേപ്പിൻ്റെ ഇല ഞാൻ കഴുകിയിട്ട് അവിടെ വെച്ചതാട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ചുവന്നുള്ളി അത് കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കണേ. മറ്റേ മുളക് പൊടി എന്താ നല്ല എരിവ് വേണമെങ്കിൽ മറ്റേ മുളക് പൊടി ഇടാം കേട്ടോ. പിരിയൻ മുളക് എന്നല്ലേ പറയുന്നതിന്. ആയിട്ട് നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി ഇടുക. ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വെച്ച് നോക്കിയേക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ലോങ് വീഡിയോ ഇടുക പറഞ്ഞ കാരണം ഇട്ടതാ. ലോങ് വീഡിയോ ആണ് വെച്ചിട്ട് കാണാതിരിക്കില്ല കേട്ടോ. താങ്ക് യു.